ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ എല്ലാവർക്കും? അപ്പോൾ കുറേ ദിവസം കൊണ്ട് പറയുന്ന വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല എനിക്ക്. അപ്പോൾ ഞാൻ മോൻ്റെ അടുത്ത് നിന്നപ്പോഴാണല്ലോ നിങ്ങളോട് പറഞ്ഞത്, ഇങ്ങനെ ഹരിപ്പാടയുടെ അടുത്താണ് എനിക്ക് പുതിയ വേക്കൻസി കിട്ടിയത്, അപ്പോൾ പോവുകയാണെന്നൊക്കെ പറഞ്ഞ് ഞായറാഴ്ച രാവിലെ പോകുമെന്ന് പറഞ്ഞ് അപ്പോൾ പോയി. അവിടെ ചെന്ന് ഞങ്ങളുടെ ഓഫീസ് നടത്തുന്ന അവരെ വീട്ടിലാണ് ഞാൻ ആദ്യം പോയത്. അവിടെ നിന്ന് അവർ ഒരു 6:30 പോലെ അങ്ങോട്ട് കൊണ്ടുവിടുമായിരുന്നു. അവരുടെ ഓഫീസിൻ്റെ അടുത്ത് തന്നെയാണ് അവരുടെ വീടും. അപ്പോൾ ഓഫീസിൻ്റെ അടുത്ത് തന്നെയാണ് അവരുടെ വീടും. അപ്പം നടന്നു പോകാനുള്ള ദൂരമുള്ളൂ. അപ്പോഴാണ് ഞാൻ ആ ബ്ലോഗൊക്കെ എടുത്തത്. റെയിൽവേ ട്രാക്കും പുഞ്ചപ്പാടത്തിൻ്റെയൊക്കെ അടുത്താണ്. അപ്പോൾ അങ്ങനെ ഞാൻ ചുമ്മാ വീഡിയോസൊക്കെ എടുത്തത്. അപ്പോൾ ഒരു 1:30 പോലെ ഞാൻ അവിടെ ചെന്ന് ഒരു 6:30ക്കാണ് അവരെ വീട്ടിൽ കൊണ്ട് വിടാൻ പോകുന്നത്. നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. അപ്പം ഞാൻ ചോദിച്ചു എന്താണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു നിൽക്കുന്ന ചേച്ചി ഇറങ്ങിയിട്ടില്ല, അവർ ഇറങ്ങിയിട്ട് വിടാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ എന്നെയും കൂടെ തമ്മിൽ കാണിക്കാതിരിക്കാനാണ് അവരങ്ങനെ ചെയ്തത്. അവിടെ കൊണ്ട് എന്നെ വിട്ടു. അപ്പോൾ ചെന്ന് കണ്ടപ്പോൾ തന്നെ എനിക്ക് നല്ല സന്തോഷമായിരുന്നു. എനിക്ക് അമ്മേനെ കണ്ടപ്പോഴേ നല്ല സന്തോഷമായി. എന്നുവെച്ചാൽ നമുക്ക് താങ്ങാൻ പറ്റുന്ന ഒരു വെയിറ്റുള്ള അമ്മയല്ല. കിടക്കുന്ന അമ്മമാരാണെങ്കിൽ പിന്നും സാരമില്ലെന്ന് പറയാം. ഈ നടക്കുന്ന അമ്മമാരെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നടക്കൽ ഇച്ചിരി പാട് തന്നെയാണ്. അപ്പോൾ അമ്മ ഓക്കർ പിടിച്ചാണ് നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അമ്മ TV കാണുന്നിടത്ത് ഇരിക്കുമായിരുന്നു, ഹാളിൽ ഇരിക്കുമായിരുന്നു. അവിടെ നിന്ന് ഓക്കറയിൽ പിടിച്ച് വേണം അമ്മ ഇവിടെ കൊണ്ടാക്കാൻ. ഇത്രയും വണ്ണമുള്ള ഞാൻ എന്നിട്ട് അവരോട് പറഞ്ഞായിരുന്നു, എനിക്ക് വണ്ണം ഒത്തിരി ഉള്ള അമ്മമാരെ എനിക്ക് കിടക്കുന്നതാണെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ നോക്കാം, അല്ലാതെ പിടിക്കുന്ന എൻ്റെ കയ്യിൽ നിൽക്കത്തില്ല, എനിക്ക് അതിനുള്ള ആരോഗ്യമൊന്നുമില്ല. ഞാൻ കണ്ട വണ്ണമുള്ള ആളാണെങ്കിൽ എനിക്കങ്ങനെ കായിക ശക്തിയൊന്നും ഇല്ല. കായിക ശക്തി എന്നുള്ളത് പിന്നെ ശരിയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം അങ്ങനെ അധികം ഭാരമൊന്നും പിടിക്കാനൊന്നും പറ്റുന്ന ആളല്ല ഞാൻ. എനിക്ക് നടുവിൻ്റെ പ്രശ്നവും ഷോൾഡർ പെയിനും ഒക്കെ ഉള്ളതാണ്. എല്ലാം പറഞ്ഞിട്ടാണ് നമ്മൾ അവിടെ അവരുടെ കൂടെ നമ്മൾ വേക്കൻസി ചോദിക്കുന്നത്. അപ്പോൾ അമ്മയെ കണ്ടപ്പോഴേ എനിക്ക് വളരെ സന്തോഷമായി. എന്നുവെച്ചാൽ നമ്മളെ കൊണ്ട് പറ്റത്തില്ല എന്നുള്ളത് ഞാൻ അപ്പോൾ തന്നെ തീർത്തു. എനിക്കറിയാം എൻ്റെ ശരീരത്തിൻ്റെ ഒരു ആരോഗ്യസ്ഥിതി എനിക്കേ അറിയത്തുള്ളൂ, മറ്റുള്ളവർക്കത് അറിയത്തില്ല. അതുകൊണ്ടാണ് നമ്മളെല്ലാം ജോലി ചെയ്യാൻ മടിച്ചിട്ടോ ഒന്നുമല്ല പറയുന്നത്. എൻ്റെ ശരീരത്തിൻ്റെ ഇത് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ, എന്നെക്കൊണ്ട് പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. എനിക്ക് പറ്റത്തില്ല. എനിക്ക് ഒരുപാട് ഭാരപ്പെട്ട വെയിറ്റ് എടുക്കാനോ ഒന്നും എന്നെക്കൊണ്ട് പറ്റുന്ന ജോലി അല്ല അത്. എന്താണെന്നറിയത്തില്ല, എനിക്കങ്ങനെ ഭാരങ്ങൾ എടുക്കാൻ പറ്റത്തില്ല. ഇപ്പം പിന്നെ ഒട്ടും പറ്റത്തില്ല. ഡോക്ടർ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നടുവിൻ്റെ പ്രശ്നത്തിന് ആശുപത്രിയിൽ പോയപ്പോൾ ഡോക്ടർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഭാരം എടുക്കരുത്, വെട്ടിപ്പിടിക്കും. ഒന്നല്ല രണ്ട് കുറേ പ്രാവശ്യമായിട്ടുള്ളതാണ്. ഒരു പ്രാവശ്യമല്ല എൻ്റെ നടുവ് വെട്ടിപ്പിടിക്കുന്നത്, കുറേ പ്രാവശ്യം. അതുപോലെ വർഷങ്ങൾക്ക് മുമ്പ്, ഒരു വർഷം എന്ന് പറഞ്ഞാൽ ഒരു 7-8 വർഷത്തിന് മുമ്പ് അതൊരു അച്ഛനെ നോക്കാൻ പോയതാണ്. അപ്പം ആ അച്ഛൻ്റെ ഭാര്യ, ആ അമ്മയും ഞാനും കൂടാണ് അച്ഛനെ പിടിച്ച് പൊക്കും എടുക്കുകയൊക്കെ ചെയ്യുന്നതായിരുന്നത്. അപ്പം ഞാൻ കട്ടിലേക്ക് എൻ്റെ അടുത്ത് പറഞ്ഞ് കട്ടിലേ കയറി നിന്നിട്ട് ആ അമ്മ താഴെ കാലേ പിടിക്കും, ഞാൻ അങ്ങനെ കയറി നിന്നിട്ട് ഞങ്ങൾ പിടിച്ച് പൊക്കി മേളിലോട്ട് കിടത്തിയതാണ്. അന്ന് എൻ്റെ നടുവെട്ടി പിടിച്ച് ഞാൻ ഒരാഴ്ചയോളം എനിക്ക് ശ്വാസം പോലും വിടാതെ ഞാൻ എത്ര ആശുപത്രിയിൽ പോയിട്ടാണ് എനിക്ക് അത് ഒന്ന് കുറഞ്ഞ് കിട്ടിയത്. അപ്പോൾ അന്ന് തൊട്ടേ എൻ്റെ അടുത്ത് ഡോക്ടർ പറയുന്നുണ്ട്, പിന്നെ ഇങ്ങനെ ഭാരം എടുക്കരുതെന്ന് പറഞ്ഞ്. അപ്പോൾ ഈ ഇടയ്ക്ക് ഞാൻ പിന്നെ ചട്ടികുളങ്ങര എന്ന് പറഞ്ഞൊരു സ്ഥലത്തൊരു അമ്മയെ നോക്കാൻ പോയപ്പോഴും നടുവെട്ടി പിടിച്ച നിങ്ങളുടെ അടുത്തെല്ലാം ഞാൻ പറഞ്ഞാണ്. ആ ഡോക്ടറും പറഞ്ഞ് എൻ്റെ അടുത്ത് ഭാരം എടുക്കരുതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത്രയും വണ്ണമുള്ള അമ്മേനെ എനിക്ക് നോക്കാൻ പറ്റത്തില്ല, എന്നെക്കൊണ്ട് കഴിയത്തില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പം അതെല്ലാം കഴിഞ്ഞ് എങ്ങനെയെങ്കിലും ഞാൻ അന്നേരം തന്നെ അവിടെ വെച്ചിട്ട് തന്നെ അവരോട് പറഞ്ഞു, എന്ന് വെച്ചാൽ ഓഫീസിൽ അവരോട് പറഞ്ഞു, എനിക്ക് പറ്റുമെന്ന് തോന്നണില്ല, അഥവാ എനിക്ക് പറ്റിയില്ലെങ്കിൽ നിങ്ങൾ എന്നെ മാറ്റണം എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു നീ ശ്രമിച്ച് നോക്ക് എന്നൊക്കെ പറഞ്ഞു. ഞാൻ ശ്രമിച്ച് നോക്കാം. പിന്നെ അവിടെ അടുക്കള ജോലിക്ക് വേറൊരു പെണ്ണും കൂടെ ഉണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞ് ആദ്യമൊക്കെ അവളെ കൂടെ വിളിക്ക്, അവളും കൂടെ വന്ന് സഹായിച്ച് തരുമെന്നൊക്കെ എന്നോട് പറഞ്ഞു. പിന്നെ 2 ദിവസം നമുക്കൊരു പരിചയമായി കഴിഞ്ഞാൽ ശരിയാവും എന്നൊക്കെ എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി. ആ പെണ്ണുള്ള ധൈര്യത്തിൽ ഞാനങ്ങനെ ഏറ്റു. പിടിക്കാൻ കൂടെ ഉണ്ടല്ലോ.
അങ്ങനെ ഇതൊക്കെ ഞാൻ ഏറ്റ് അവിടെ നിന്ന്. പക്ഷേ അതെല്ലാം അല്ല സോറി, അപ്പോൾ അതെല്ലാം ഏറ്റിട്ട് ഓക്കെയാ പറഞ്ഞു. അപ്പോൾ അവിടെ ഇരുന്ന് ഞങ്ങൾ അമ്മയുടെ മോളും ഞാനും ഓഫീസിലെ അവരും കൂടെ സംസാരിച്ച് ഇതൊക്കെ സംസാരിച്ച് ചെയ്യേണ്ട കാര്യങ്ങളും മരുന്നിൻ്റെ കാര്യം എല്ലാം സംസാരിച്ച് ഒക്കെ വന്നു. അവസാനം മുറി കാണിക്കാൻ കൊണ്ടുപോയി. അപ്പം നമ്മളും കൂടെ ആണല്ലോ ആ മുറി കിടക്കണം. അപ്പം എന്നെ കാണിക്കാൻ കൊണ്ടുപോയി. സത്യം പറഞ്ഞാൽ ഇത്രയും നാൾ കൊണ്ട് ഞാൻ ഒരുപാട് അമ്മമാരെ നോക്കാൻ പോയിട്ടുണ്ട്. പക്ഷേ ഇങ്ങനത്തെ ഒരു മുറി എനിക്ക് ആദ്യത്തെ എക്സ്പീരിയൻസാണ്. അപ്പം മുറിയെന്ന് പറഞ്ഞാൽ നമ്മുടെ ശരിക്ക് പറഞ്ഞാൽ നല്ലൊരു ബാത്റൂമിൻ്റെ അത്ര പോലും ഇല്ല. ശരിക്ക് പറഞ്ഞാൽ കോഴിക്കോട് ഇതിനേക്കാളും വലിയ കോഴിക്കോടുകളുണ്ട് ഇപ്പം. 2 പേര് എങ്ങനെ കിടക്കും അതിനകത്ത്. അപ്പോൾ 2 കട്ടിലുണ്ട്. അമ്മയുടെ ഒരു കട്ടിൽ ഇച്ചിരി വലിയ കട്ടിലാണ്. അമ്മയുടെ കട്ടിൽ ഇച്ചിരി വലുത്, എനിക്കുള്ളത് പിന്നെ ഈ കമ്പിയിലുള്ള കട്ടിലാണ്. കമ്പിയിലെന്ന് പറഞ്ഞാൽ ഈ മടക്കി വെക്കുന്ന സൈസ് ഉണ്ടല്ലോ, അങ്ങനത്തെ കട്ടിലാണ്. ഈ 2ആയിട്ട് മടക്കുന്ന ഒരു മോഡൽ കട്ടിലാണ്. അതാണ് എനിക്ക് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് തന്നെ അവിടെ കഷ്ടിച്ചേ അവിടെ ഇടാൻ പറ്റത്തുള്ളൂ. അങ്ങനെ അപ്പം ഈ മുറിക്കകത്ത് അമ്മ കാലെടുത്ത് താഴോട്ട് വെച്ച് കഴിഞ്ഞാൽ എനിക്കവിടെ നിൽക്കാൻ സ്ഥലമില്ല. അമ്മ കട്ടിലേ എണീറ്റിരുന്നിട്ട് കട്ടിലിൻ്റെ താഴോട്ട് കാല് വെക്കുമല്ലോ, അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വയ്ക്കാൻ സ്ഥലമില്ല. എനിക്ക് കാലെടുത്ത് അങ്ങോട്ട് വയ്ക്കാൻ സ്ഥലമില്ല. കാലുകൾ തമ്മിൽ ഇടിക്കും. പിന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഒരു കുഞ്ഞു ബാത്റൂമും ഉണ്ട്. ആ ബാത്റൂമിൽ പോകണമെങ്കിൽ ഇത്ര ഇടയേ ഉള്ളൂ. അത് എനിക്ക് നേരെ പോകാൻ പറ്റൂല. നമ്മൾ ഇങ്ങനെ പോകാൻ പറ്റൂല. ഞാനിങ്ങനെ പിന്നെ ചരിഞ്ഞ് വേണം കയറിപ്പോകാൻ ബാത്റൂമിൽ. സൈഡ് ചരിഞ്ഞിട്ട് വേണം എനിക്ക് ബാത്റൂമിലോട്ട് പോകാൻ. അപ്പം അങ്ങനെയാണ്. പിന്നെ അങ്ങനത്തെ ഒരു മുറിയാണ്. അപ്പം ഈ അമ്മയുടെ സകല സാധനങ്ങളും വോക്കർ, പിന്നെ ഒരു കൂളറ്, പിന്നെ അമ്മയുടെ പിന്നെ അമ്മയ്ക്ക് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും അവിടെ വച്ചിട്ടുണ്ട്. ഞാൻ കിടക്കുന്നതിൻ്റെ തൊട്ട് എൻ്റെ കട്ടിലിൻ്റെ ഞാൻ തല വെക്കുന്നതിൻ്റെ സൈഡിലാണ് അമ്മയുടെ മൂത്രം ഒഴിക്കണ ബക്കറ്റ് കൊണ്ട് വെച്ചിരിക്കുന്നത്. അത് നിന്നിട്ട് പോയവർ വെച്ചതായിരിക്കും, എനിക്കറിയത്തില്ല. ഞാൻ അങ്ങനെയാണ് അവിടെ കണ്ടത്. ആ ബാത്റൂം മൂത്രം ഒഴിക്കണ രാത്രി അവർ യൂറിൻ ബാഗൊന്നും ഇട്ടിട്ടുള്ളതല്ല, മൂത്രം ഒഴിക്കണ ബക്കറ്റ് കൊണ്ട് വെച്ചേക്കണം. ഇത് ഞാൻ കിടക്കുന്ന കട്ടിലിൻ്റെ നേരെ തല വെക്കുന്ന ആ സൈഡിലാണ്. ആ കട്ടിലെന്ന് പറഞ്ഞാൽ ഇച്ചിരി ഇതേ ഉള്ളൂ. ഈ ബക്കറ്റിൽ മുട്ടിയാണ് ആ ഷീറ്റ് അവിടെ കിടക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. എനിക്കത് കണ്ടപ്പോഴേ എനിക്ക് ശ്വാസം മുട്ടൽ തുടങ്ങി. എന്നുവെച്ചാൽ എനിക്ക് ഭയങ്കര അസ്വസ്ഥതയാണ്. അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര അസ്വസ്ഥതയായിരുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. ഇത്രയും ഇടുങ്ങി ഒരു പേഷ്യൻറ്റിൻ്റെ കൂടെ കിടക്കേണ്ടവരാണ് നമ്മൾ, അല്ലേ? കൂടെ എന്ന് പറഞ്ഞാൽ കുറച്ചെങ്കിലും ഒരു ഗ്യാപ്പ് വേണ്ടേ? ആ അമ്മ ശ്വസിക്കുന്നത് ഞാൻ ശ്വസിക്കണം, ഞാൻ ശ്വസിക്കുന്നത് ആ അമ്മയെ ശ്വസിക്കണം. അങ്ങനെയാണ്. അത്രയ്ക്കുള്ള ഒരു കാറ്റോ വെളിച്ചോ ഒന്നും കയറത്തില്ല. ഒരു 2 ജനലുണ്ട്. പക്ഷേ ആ ജനലിൽ നെറ്റ് ഇട്ടിട്ട് അതിന് മേളിൽ കർട്ടനും ഇട്ടിട്ടാണ് കിടക്കുന്നത്. കർട്ടനും ഇട്ടേക്കുവാണ്. പിന്നെ എങ്ങനെ അതിനകത്ത് നല്ല ശ്വാസം കിട്ടും പറയേ? അതിൻ്റെ ഉള്ളിൽ ബാത്റൂമും ഉണ്ട്. പിന്നെ അപ്പം ഇതൊക്കെയാണ് അവിടുത്തെ കാര്യങ്ങളായിരുന്നത്. എന്നെക്കൊണ്ട് പറ്റത്തില്ല. എനിക്കത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ശ്വാസം മുട്ടലായിരുന്നു. നമ്മൾ പാവങ്ങളാണെങ്കിലും നമ്മൾ വാടകയ്ക്കാണ് താമസിക്കുന്നത്, എല്ലാം ശരി തന്നെ. പക്ഷേ എന്ന് വെച്ചിട്ട് നമുക്ക് ഇങ്ങനത്തേൽ കിടക്കാൻ പറ്റുമോ? വാടകയ്ക്കാണെങ്കിലും ഞങ്ങൾ അന്തസ്സായിട്ടാണ് താമസിക്കുന്നത്. നല്ല അന്തസ്സായിട്ട് നല്ല വൃത്തിയിലും വെടുപ്പിലുമാണ് ഞങ്ങൾ വീടെടുത്ത് താമസിക്കുന്നത്. എൻ്റെ ഇല്ലായ്മയിലായാലും ഞാൻ എന്നാൽ കഴിയണത് പോലെ വാടകയ്ക്ക് ഞാൻ കഴിച്ചില്ലെങ്കിലും ഞാൻ കിടക്കുന്നിടം ഞങ്ങൾക്ക് ഇച്ചിരി സ്വാതന്ത്ര്യത്തോടെ ഉള്ളതിൽ തന്നെ താമസിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെ എൻ്റെ കുഞ്ഞുങ്ങൾ താമസിക്കുന്നതായാലും. അപ്പം അതങ്ങനെയായി. പിന്നെ കുളിച്ചിട്ട് തല തോർത്തിയിട്ട് ആ തോർത്ത് കൊണ്ടുവന്ന് നമുക്ക് വിരിക്കാനൊരിടയില്ല. എൻ്റെ ഡ്രസ്സ് വയ്ക്കാനൊരു സ്ഥലമില്ല. എൻ്റെ ബാഗ് വയ്ക്കാൻ എനിക്കൊരു സ്ഥലമില്ല. ഞാനത് എവിടെ വയ്ക്കും? ഈ ആകെ കൂടി ഒരു കട്ടിലാണ്. ആ കട്ടിൽ മെത്ത ഇച്ചിരി വലുതും.
അപ്പം മെത്ത ഇങ്ങനെ താഴോട്ട് കിടക്കുകയാണ്. കട്ടിൽ അത്രയ്ക്കുള്ള ചെറുതല്ലേ, മെത്ത ഇത്തിരി വലുതാണ്. അപ്പം മെത്ത ഇങ്ങനെ താഴോട്ട് കിടക്കുകയാണ്. അതിൽ ഞാൻ എൻ്റെ ബാഗ് വയ്ക്കണം, എൻ്റെ ഡ്രസ്സുകൾ വയ്ക്കണം, എൻ്റെ അല്ലാത്ത സാധനങ്ങൾ, എനിക്ക് എൻ്റേതായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. എനിക്ക് സോപ്പുണ്ട്, ചീപ്പുണ്ട്, കണ്ണാടിയുണ്ട്, എൻ്റേതായിട്ടുള്ള എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം എൻ്റെ ബാഗിനകത്ത് കാണും. അതൊക്കെ ഞാൻ എവിടെ പറക്കി വെക്കും? എപ്പോഴും ഞാൻ ഈ ബാഗിനകത്ത് ചെന്ന് എൻ്റെ ചീപ്പായാലും എൻ്റെ എന്ത് സാധനമായാലും ഒരു തലയിടുന്ന ഒരു ക്ലിപ്പായാലും ബാഗിനകത്ത് പോയി എടുക്കാൻ പറ്റുമോ? എടുക്കാൻ പറ്റുമോ? എൻ്റെ ബാഗ് വയ്ക്കാൻ സ്ഥലമില്ല, എൻ്റെ ഡ്രസ്സ് വയ്ക്കാൻ സ്ഥലമില്ല, ഒന്നിനും സ്ഥലമില്ല. പിന്നെ എങ്ങനെ ആ വീട്ടിൽ നിൽക്കും? നിങ്ങൾ പറ. ഒരു ബാഗ് വയ്ക്കാനോ ഒരു ഡ്രസ്സ് വയ്ക്കാനോ ഒരു സ്ഥലം വേണ്ടായോ? ഒരാളിനെ ഒരു വീട്ടിൽ കൊണ്ടുവരുമ്പോൾ അവർക്ക് വേണ്ടുന്ന അവരുടെ സാധനങ്ങൾ വെക്കാനും അവർക്ക് സ്വസ്ഥമായിട്ട് കിടന്ന് ഉറങ്ങാനും ഉള്ള കാര്യങ്ങളും കൂടെ ചെയ്യണം. എല്ലാവരും. അല്ലാതെ എങ്ങനെയെങ്കിലും കൊണ്ടുവന്ന് ഒരാളിനെ വീട്ടിലാക്കിയിട്ട് അവർ തൊഴുത്തിൽ നിന്നൊന്നുമല്ല വരുന്നത്. അവർ തൊഴുത്തിൽ പശുവിനെ കെട്ടുന്ന തൊഴുത്തിൽ ജീവിച്ചിട്ട് വരുന്ന ആൾക്കാരല്ല. അങ്ങനെയൊക്കെ വന്ന കാലങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാണും, നമുക്കറിയത്തില്ല. അപ്പോൾ എന്നിട്ട് അതുപോലും എനിക്കവിടെ സൗകര്യമില്ലായിരുന്നു. അപ്പം ഞാൻ അവിടെ നിൽക്കുന്ന പെണ്ണ് അടുക്കള ജോലിക്ക് നിൽക്കുന്ന പെണ്ണ് മേളിലാണ് പെണ്ണിൻ്റെ മുറി. അവൾക്ക് മേളിലാണ് റൂം. അവളുടെ സാധനങ്ങളും എല്ലാം അവൾ മേളിൽ അവൾക്ക് റൂം കൊടുത്തിട്ടുണ്ട്, അവിടെയാണ് വെക്കുന്നത്. നമുക്ക് സ്ഥലമില്ല. എന്നുവെച്ചാൽ ഹോം നേഴ്സുമാർ അത്രയ്ക്ക് രീതിയിൽ നിന്ന് വൃത്തികെട്ട ഒരു അന്തരീക്ഷത്തിൽ നിന്ന് വരുന്നതാണല്ലോ. അലവും മൂത്രവും എല്ലാം കോരി അവർ വൃത്തികെട്ട അന്തരീക്ഷത്തിൽ നിന്ന് വരുമ്പോൾ അവർക്ക് എങ്ങനെയായാലും കൊടുത്താൽ മതി എന്നുള്ള ചിന്തയായിരിക്കും. അപ്പം തന്നെ എനിക്കിത് കണ്ടിട്ട് എനിക്ക് ആ മുറിയിലോട്ട് കയറാനേ തോന്നുന്നില്ല. എനിക്ക് ആ മുറിയിലോട്ട് കയറാനേ തോന്നണില്ല. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. എനിക്ക് ശ്വാസം പോലും മുട്ടൽ പോലെ എനിക്ക് തോന്നി. എന്ന് വെച്ചാൽ അത്രയും നിങ്ങൾക്ക് അറിയത്തില്ല. അത് അനുഭവിച്ച എനിക്ക് മാത്രമേ അറിയൂ. നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ജോലിയല്ലേ, അതല്ലയോ നോക്കണ്ടേ എന്നൊക്കെ നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയാൽ എനിക്ക് കുഴപ്പമില്ല. എനിക്കങ്ങനെ കുഴപ്പമില്ല. എനിക്കത് പറ്റത്തില്ല. എന്നുവെച്ചാൽ ഞാൻ വലിയ ആഡംബരത്തിലൊന്നും ജീവിക്കുന്ന ആളല്ല. രാത്രി സ്വസ്ഥമായിട്ടൊന്ന് കിടന്നുറങ്ങാൻ ഒരു കട്ടിൽ, അല്ലെങ്കിൽ സ്വസ്ഥമായിട്ട് കിടക്കാനൊരു തറയിലൊരു ഒരു കുറച്ച് സ്ഥലമുണ്ടോ? അങ്ങനെയെങ്കിലും നമുക്കൊരു പായ എടുത്തിട്ട് വിരിച്ച് കിടക്കാം. അതിന് പോലും സ്ഥലമില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാനും അമ്മയും കൂടെ അവിടെ കട്ടിലേൽ ഇരുന്ന് കഴിഞ്ഞാൽ ഞങ്ങളെ മുട്ടുകൾ തമ്മിൽ കൂട്ടിമുട്ടുകയാണ് ചെയ്യണത്. അങ്ങനത്തെ അത്രയ്ക്കുള്ള സ്ഥലമേ ഉള്ളൂ, അറിയാവോ? ആ കട്ടിലിൻ്റെ നേരെ എനിക്ക് പാകം പറ്റില്ല. എനിക്ക് ചരിഞ്ഞ് വേണം പോകാൻ. ഞാൻ ഇച്ചിരി വണ്ണവും കൂടെ ഉള്ള ആളാണ്. അപ്പം അങ്ങനെയാണ് അവിടുത്തെ കാര്യം. അതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് വന്നത്. അപ്പോൾ ആ രാത്രി എനിക്കിതൊന്നും സഹിക്കാൻ പറ്റണില്ലായിരുന്നു. എനിക്കതൊന്നും സഹിക്കാൻ പറ്റുന്ന കാര്യമില്ലായിരുന്നു. എന്നിട്ട് ഞാൻ ആ ഒരു രാത്രി ഇതെല്ലാം കണ്ട് എനിക്ക് മനസ്സിലായി. അപ്പം അവരങ്ങോട്ട് പോയി. ഒരു 9 മണി 10 മണിക്ക് മുന്നേ ഞാൻ ഓഫീസിൽ അവരെ വിളിച്ച് പറഞ്ഞു. അവർ കൊണ്ടുവിട്ടിട്ട് കുറച്ച് അങ്ങോട്ട് പോയല്ലേ ഉള്ളൂ. ഞാൻ അപ്പം തന്നെ വിളിച്ച് പറഞ്ഞു, എനിക്ക് പറ്റത്തില്ല, നാളെ രാവിലെ തന്നെ എനിക്ക് ഇവിടുന്ന് ഇറങ്ങണം. എനിക്ക് പറ്റത്തില്ല, ഒരു തുണി വയ്ക്കാൻ ഒരു സ്ഥലമില്ല. അങ്ങനെ ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ പറയണ മറുപടി എന്താണെന്ന് വെച്ചാൽ, ആ ഓഫീസ് നടത്തുന്ന അവർ അവിടെ വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെ അവിടെ ജോലി ചെയ്തിട്ടുണ്ടെന്ന്, അതേ മുറിയിൽ അവർ കിടന്നിട്ടുള്ളതാന്ന്. ഞാൻ പറഞ്ഞ് അതൊന്നും എനിക്കറിയാൻ പാടില്ല. എനിക്ക് അതൊന്നും അറിയാനും വയ്യ. എൻ്റെ അടുത്ത് അതൊന്നും പറയണ്ട, എനിക്ക് പറ്റത്തില്ല, എന്നെ രാവിലെ വിട്ടാൽ മതി എന്ന് പറഞ്ഞാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങുക. ഈ ജോലിക്ക് വിളിക്കുന്ന ഇത് ആരെങ്കിലും കാണുവാണെങ്കിൽ, നിങ്ങൾ ഒരാളിനെ ഒരു വീട്ടിലോട്ട് വിളിക്കുമ്പോൾ നിങ്ങളുടെ സൗകര്യങ്ങളോ നിങ്ങളുടെ വീട്ടിലെ പേഷ്യൻറ്റിനെ നോക്കണ ആ ഒരു പരിഗണന മാത്രമല്ല, അവർ ഒരു മനുഷ്യരാണ് നിങ്ങളുടെ വീട്ടിലോട്ട് വരുന്നത്. അവർ ഒരു സ്ത്രീകളാണ് വരുന്നത്. അവർക്ക് കുളിക്കാൻ നിങ്ങളുടെ വീട്ടിലുള്ള സ്ത്രീകളെ പോലെ തന്നെ അവർക്ക് പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനും അവരുടെ വസ്ത്രം മാറാനും അവർക്ക് കിടക്കാൻ ആയാലും വസ്ത്രങ്ങൾ മാറാനും അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനും കൂടെ ഉള്ള സൗകര്യങ്ങളും കൂടെ കൊടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. അല്ലാതെ പേഷ്യൻറ്റിൻ്റെ കാര്യം മാത്രം നിങ്ങളൊക്കെ അതൊക്കെ വാദോരാതൊക്കെ പറയുമല്ലോ നിങ്ങളുടെ വീട്ടിലൊക്കെ വരുമ്പോൾ, അല്ലേ?
നിങ്ങളുടെ വീട്ടിലൊക്കെ വരുമ്പോൾ നിങ്ങളൊക്കെ അതൊക്കെ വായി തോരാതെ നമ്മളോട് പറഞ്ഞു തരും അങ്ങനെ ചെയ്യണമെന്ന്. എന്താ നിങ്ങൾ നമ്മുടെ കാര്യങ്ങളും കൂടെ നിങ്ങളാരും നോക്കാത്തത്? നിങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ പിന്നെ ഞങ്ങൾക്ക് ഒരു 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 തരേണ്ട കാര്യങ്ങളും കൂടെ നിങ്ങൾ തരണം. അതും കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അന്ന് രാവിലെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ വേറെ എന്നെ വിട്ട മറ്റേ ആ ഓഫീസല്ല കേട്ടോ, ഞാൻ പോയ ഓഫീസല്ല, വേറൊരു ഓഫീസ് വഴി ഞാനിപ്പോൾ പന്തളം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ വന്നേക്കുന്നത്. അവിടെ ഒരമ്മ മാത്രമേ ഉള്ളൂ. ഇവിടെ എനിക്ക് ശാശ്വതമല്ല, വലിയ ശാശ്വതമൊന്നും ഇല്ല എനിക്ക്. ഏത് നിമിഷവും ഞാൻ ഇവിടുന്ന് പോകാനായിട്ട് തയ്യാറായി തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. എന്ന് വെച്ചാൽ മാനസികമായിട്ട് നമുക്ക് നല്ല ഹറാസ് ചെയ്യുന്ന ഒരു അമ്മച്ചിയാണ് നമ്മളെ. എന്ന് വെച്ചാൽ ഞാനിങ്ങനെ ചീത്ത വാക്കുകളൊന്നും ഉപയോഗിക്കാത്ത ആളാണ്. ഞാൻ ചീത്ത വാക്കുകളോ കാര്യങ്ങളോ ഒന്നും ഉപയോഗിക്കാത്ത ഒരാളാണ്. ഞാൻ ചീത്ത വാക്കുകൾ സംസാരിക്കുകയോ ചീത്ത വാക്ക് പറയുകയോ ഒന്നും ചെയ്യണ ആളല്ല. അപ്പം ഇവിടെ നിന്നിട്ട് എനിക്ക് അങ്ങനെ എന്നെ പറയുന്നതല്ല, മുമ്പ് നിന്നിട്ട് പോയവരെ പറയുന്ന വാക്കുകളാണ്. അപ്പം അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അതെനിക്ക് ബുദ്ധിമുട്ടാണ്. അപ്പം ഞാനത് എന്നെ വിട്ട ഓഫീസിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഏത് നിമിഷം ഞാൻ ഇറങ്ങും. വേറൊരു വേക്കൻസിക്ക് വേണ്ടി ഞാൻ എല്ലായിടത്തും വിളിക്കുന്നുണ്ട്. കിട്ടുവാണെങ്കിൽ ഞാൻ ഇവിടുന്ന് പോവും. എനിക്കിപ്പോൾ നമുക്ക് തരുന്ന ആഹാരത്തിൻ്റെ പന്നികൾ വന്ന് കഴിച്ചിട്ട് പോകും എന്നൊക്കെയാണ് നമ്മളെ സംബോധന ചെയ്യണത്. എന്നെ അല്ലെങ്കിൽ പോലും മുമ്പ് നിന്നിട്ട് പോയവരെയാണെങ്കിലും അങ്ങനെയൊക്കെയാണ് സംബോധന ചെയ്യണത്. അതൊന്നും എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. നമ്മൾ നന്നായിട്ട് ജോലി ചെയ്തിട്ടാണ് 1 നേരത്തെ 2 നേരത്തെ ആഹാരം കഴിക്കുന്നത്. ആ കഴിക്കുന്ന ആഹാരത്തിനോ കഴിക്കുന്ന വെള്ളത്തിനോ സമാധാനം ഇല്ലാത്ത അടുത്തൊന്നും ഞാൻ ജോലി ചെയ്യത്തില്ല. അത് എൻ്റെ ഒരു എന്താ പറയുക, എൻ്റെ ഒരു അഹങ്കാരമായിട്ട് തന്നെ ആർക്ക് വേണമെങ്കിലും അത് എടുക്കാം, സാരമില്ല. അപ്പം ഇത് ശാശ്വതമല്ല. ഇതെപ്പോൾ വേണമെങ്കിലും ഞാൻ ഇവിടുന്ന് പോകാൻ റെഡിയായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ അതൊക്കെയാണ് ഞാൻ പറയാൻ വന്ന കാര്യങ്ങൾ. അപ്പം ലൈവും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഇവിടെ ഇരുന്ന് ലൈവ് ചെയ്ത് എങ്ങനെയാണെന്ന്. നമുക്ക് പരിധി കൂടുതലൊന്നും ഒരു കാര്യം സംസാരിക്കാൻ, ഞാൻ ഇപ്പം മുറ്റത്ത് വന്നിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണുക, എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പം എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, ടാറ്റ.